ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തിലാണ് നാം ആയിരിക്കുന്ന ഈ പ്രഭാതം. നമ്മുടെ കർത്താവിനെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവ് ദാനമായി നൽകിയ ദിവസം, കർത്താവെ അങ്ങയുടെ നിറവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് തിരുസലിലേക്കായിരിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുൻപായി ഒരു വചനഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യമാണ്. അതിൻ്റെ ബി പാർട്ടാണ്. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ ഭാഗം ന്യായപ്രമാണ പുസ്തകത്തിൽ സ്വതന്ത്രം നെഹമ്യാവിലൂടെ രചിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം ജനത്തിന് സ്വതന്ത്രം പ്രതീക്ഷയും പ്രത്യാശയും ഉറപ്പും ഒക്കെ കൊടുക്കുന്ന സ്വതന്ത്രം ഒരു വചനഭാഗമാണ്. സ്വതന്ത്രം അതിൻ്റെ താഴോട്ട് വായിക്കാൻ പറയണം, അവണ്ണം ലേവ്യരും നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഈ ദിവസം വിശുദ്ധമല്ലോ, നിങ്ങൾ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞ് സർവ്വജനത്തെയും സമാധാനപ്പെടുത്തി. തങ്ങളോട് പറഞ്ഞ വചനം ബോധ്യമായതുകൊണ്ട് ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും പകർച്ച കൊടുത്തയക്കുകയും അത്യന്തം സന്തോഷിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള ഉറപ്പാണ് അതിനകത്ത് കൊടുക്കുന്നത്. യഹോവയിലെ സന്തോഷമാണല്ലോ നിങ്ങളുടെ ബലം. സ്തോത്രം. ഈ ദിനം വിശുദ്ധമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് നമ്മളോട് പിതാവ് വീണ്ടും ഓർപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ദിനം ദൈവനിർമ്മിതമാണ്, നാം സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത്. ഇന്നത്തെ ദിനം ദൈവത്തിൻ്റെ നിർമ്മിതിയാണ്. അത് നമ്മൾ സന്തോഷിച്ച് ആനന്ദിക്കുവാൻ വേണ്ടിയാണെന്ന് സ്തോത്രം നമ്മളോട് തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. എന്നാൽ ഫിലിപ്പി ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് കർത്താവിലൂടെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും സ്തോത്രത്തോടെ അറിയിക്കുക. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് സന്തോഷിക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. സ്തോത്രം. ദൈവം നൽകുന്നത് സന്തോഷമാണ്. ദൈവം നമ്മളെ ദുരിത ദുഃഖങ്ങളിലൂടെ നടത്തുവാൻ ആഗ്രഹിക്കുന്നില്ല, സന്തോഷത്തിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നവനാണ്. ദൈവത്തിലുള്ള നമ്മുടെ ബലവും ഉറപ്പും എന്ന് പറഞ്ഞാൽ ആ പാറയാകുന്ന ക്രിസ്തുവിലേക്ക് നാം ആശ്രയിച്ചാൽ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും വലിയ. ആ ഗോപുരത്തിലേക്ക് നീതിമാൻ ഓടി ചെന്നാൽ അവനവിടെ സന്തോഷം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് സ്തോത്രം ഏറ്റവും വലിയ പ്രത്യേകത. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകും. നമ്മുടെ കരുത്ത് എന്ന് പറയുന്ന ദൈവത്തിലുള്ള നമ്മുടെ സന്തോഷമാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ പുതിയ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവ് സന്തോഷിപ്പീൻ എന്ന് പറയുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഒക്കെ അവർ പറയുന്നത് സന്തോഷിപ്പീൻ എന്ന് പറയുന്നത്. ഈ സന്തോഷം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഉണ്ടാകുന്നതല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വരുമ്പോൾ സംഭവിക്കുന്നതാണ് സന്തോഷം. എത്ര നിരാശരും തകർന്നിരിക്കുന്ന വ്യക്തികളുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ അവർ ഉള്ളങ്ങൾ സന്തോഷിക്കുവാനിടയെ തരും. നിങ്ങൾ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും പ്രതീക്ഷയും പ്രത്യാശയൊക്കെ ഉണ്ടാകുന്നത് ദൈവാത്മാവ് വരുമ്പോഴാണ്. ദൈവാത്മാവിനെ പറ്റി പറയുന്നത് ദൈവരാജ്യം പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്ന് പറയുന്നത്, നീതിയും സമാധാനം. അതിൽ പരിശുദ്ധാത്മാവിൽ സന്തോഷം എന്ന് പറയുന്ന വാക്യം എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്നു നമുക്ക് സന്തോഷം നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സന്തോഷമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ലാത്തടത്ത് നിരാശയും പല്ലുകടിയും. അത് നാശത്തിൻ്റെ വാതയിലാണ് നമുക്ക് നിരാശയും പല്ലുകടിയും വരുന്നത്. എന്നാൽ ദൈവാത്മാവ് ഉള്ളിടത്ത് നമുക്ക് സന്തോഷമുണ്ടാകും. അതുകൊണ്ടാണ് ഈ വചനത്തിൽ പറയുകയാണ്, യഹോവയെങ്കിലെ സന്തോഷം ഞങ്ങളുടെ ബലമാകുന്നുവല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നീ സന്തോഷിക്കുകയും ക്രിസ്തുവിൽ ആനന്ദിക്കുകയും ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ബലമാണ്, നിങ്ങളുടെ ജീവിതം അനുഗ്രഹമാണ്, നിങ്ങളൊരു അത്ഭുതങ്ങളെ പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു തടസ്സവുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, സന്തോഷിക്കണം, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കണം, കർത്താവിൽ സ്തോത്രം ബലപ്പെടണം, കർത്താവിൽ സന്തോഷിച്ച് കർത്താവിൽ ബലപ്പെടണം. അവിടെ നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹവും അത്ഭുതവുമായി തീരും. സ്തോത്രം. ഉറപ്പ് പറയുകയാണ്, സ്തോത്രം, ബലം ആകുന്നു എന്ന് പറയണം, ബലമാകുന്നു. ക്രിസ്തുവിൽ സന്തോഷിക്കുന്നവൻ്റെ ജീവിതം ബലഹീനപ്പെട്ടു പോകത്തില്ല, അത് ബലമേറിയതായിത്തീരും. അവൻ ഏത് സാഹചര്യങ്ങളിലും അവൻ തലകുനിച്ചു പോകാനിടയത്തില്ല, അവനതിൽ മറുപടി പ്രാപിപ്പാൻ, ജയം പ്രാപിപ്പാൻ ഇടയായിത്തീരും. ദുർബലതയല്ല സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴുണ്ടാകുന്നത്, ബലമാണ് ഉണ്ടാകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ മാറുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിരാശകൾ മാറുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ശൂന്യതകളും പരാജയബോധവും മാറുകയാണ്. അവിടെ സന്തോഷം കിട്ടുകയാണ്, അവിടെ ഒരു പ്രത്യേക ബലം നമ്മളിലേക്ക് പകരുകയാണ്. ഇന്ന് പോയാൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസലിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. അങ്ങയിൽ ആശ്രയിപ്പാൻ, അവിടുത്തെ ബലം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ക്ഷയിപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, തളർത്തുന്ന സകല ഇരുട്ടുകളെയും ശാസിച്ചു കിട്ടുന്നു. ക്രിസ്തു യേശുവിലെ ബലത്താൽ ജീവിപ്പാൻ, മുന്നേറുവാൻ ഞങ്ങളെ കർത്താവോടുന്ന് കൃപതിരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളങ്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കും. അവർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവർക്ക് ശാശ്വത പരിഹാരങ്ങളെ കൊടുക്കണമേ. പരീക്ഷകൾക്കായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിജയം കൊടുക്കണമേ. തൊഴിലില്ലാത്തവർക്ക് വരുമാന സ്രോതസ്സുകളും തൊഴിൽ മേഖലയും തുറന്നു കൊടുക്കുമാറാകണമേ.
കർത്താവേ സ്വന്തം കർത്താവിൻ്റെ വേലിയിൽ വർദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറിയ ബലം അവിടുന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് ഈ പ്രഭാതത്തെ അവിടുന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുക. കടന്നു ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കൃപയിൽ നിറയ്ക്കണമേ, ഐശ്വര്യം അനുഗ്രഹിക്കും. ആദ്യമായി കാണുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കും. കൃപയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തിരിക്കുകയാണ്. പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വാട്സപ്പ് നമ്പർ അടിയിലുണ്ട്, നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യാൻ മറക്കേണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.